ദീപാലിയും ശില്പയും രണ്ട് മരുമക്കൾ ഇന്നലെയാണ് ഒരുമിച്ച് കല്യാണം കഴിച്ചു വന്നത്. പക്ഷെ രണ്ടുപേരുടെ സ്വഭാവം വ്യത്യസ്തമാണ്. അതിന്റെ കാരണം രണ്ടുപേരുടെ നിറമായിരുന്നു. അതിന്റെ കാരണം ദീപാലി കറുത്തതും ശില്പ വെളുത്തതുമായിരുന്നു. അതുകൊണ്ട് ദീപാലിനെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു. അല്ല, എന്തു പറ്റി സുഷമ നിനക്ക്? എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഈ സമയത്ത് നീ വളരെ സന്തോഷത്തോടെ ഇരിക്കേണ്ടതല്ലേ? നിന്റെ രണ്ടു മക്കൾക്കും കല്യാണമായി, രണ്ടു മരുമക്കള് വീട്ടിലേക്ക് വന്നു. നീ സന്തോഷമായിരിക്കേണ്ടതല്ലേ? എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞതല്ലേ ഹരീഷിന് ദീപാലി ചേരില്ലെന്ന്. ഞാൻ പറയണത് നിങ്ങൾ കേൾക്കില്ലല്ലോ. പുതിയ മരുമകളെ കാണാൻ നാട്ടുകാരും വീട്ടുകാരും വന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത്. ശില്പയാണേ സുന്ദരിയും സുമുഖയും നല്ല ബുദ്ധിയുള്ള കൊച്ചാ. അത് അവളെക്കുറിച്ച് നല്ലതാ പറഞ്ഞേ. ദീപാലിനെ കണ്ടോ നിങ്ങൾ? കാണാനാണേ ഒന്നിനും കൊള്ളൂല. നിങ്ങൾ കൊണ്ടുവന്നത് കറുത്തത്. നിങ്ങളുടെ കൂട്ടുകാരൻ ചത്തിട്ട് കുറെ ആയില്ലേ. സൗഹൃദത്തിന് വേണ്ടി പെട്ടെന്നൊരു കല്യാണം കഴിപ്പിച്ച് അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അവരാണേ പാവപ്പെട്ടവര്. നിങ്ങളത് ബുദ്ധിയോടെ തന്നെ മൂത്ത മോന്റെ കല്യാണത്തിന്റെ കൂടെ ഇളയവന്റെയും കല്യാണം കഴിപ്പിച്ച്. നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയ ഹരീഷ് മോൻ അവളെ കല്യാണം കഴിച്ചത് മനസ്സില്ലാതെ. സുഷമ, നീ എന്തിനാ ആവശ്യമില്ലാതെ ഇങ്ങനെ ചിന്തിക്കുന്നത്? ദീപാവലിയുടെ സ്വഭാവം വളരെ നല്ലതാണ്. നിനക്കിപ്പോഴല്ലെങ്കിലും ഒരിക്കലെങ്കിലും മനസ്സിലായിക്കോളും. ഞാൻ അവളെ ചെറുപ്പം തൊട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അവളെ കാണുമ്പോഴൊക്കെ അവൾക്ക് എന്നോട് എന്തൊരു ബഹുമാനമാണെന്നോ. അതുമാത്രവുമല്ല, ഞാൻ എപ്പോഴൊക്കെ വൈകിച്ചെന്നാലും ശരി, അവൾ എനിക്ക് വേണ്ടി കാത്തിരിക്കും. മമ്മി, സൗരവ് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. കുറെ നേരമായിട്ട് ഓൺലൈനിൽ ട്രൈ ചെയ്യുകയായിരുന്നു. കല്യാണത്തിന്റെ സീസൺ അല്ലേ, ഹോട്ടലൊന്നും കിട്ടുന്നില്ലായിരുന്നു. ഭാഗ്യത്തിന് ഇതങ്ങ് കിട്ടി. മമ്മി, ഞങ്ങൾ വിചാരിക്കണത് ശില്പ ചേട്ടത്തിക്ക് സതീഷ് ചേട്ടന് ഞങ്ങളുടെ വക സമ്മാനായിക്കോട്ടെ. എന്തായാലും സതീഷ് ചേട്ടനും ശില്പ ചേട്ടത്തിക്ക് ഇതൊരു സമ്മാനാണല്ലോ. ഹരീഷിനും ദീപാലിക്കും ചെയ്യണ്ടേ? അവർക്ക് ചെയ്തില്ലേ ദീപാലിക്ക് വിഷമം വരൂലേ? നീ വിഷമിക്കൊന്നും വേണ്ട. സാധാരണ എന്തെങ്കിലും ഹോട്ടൽ ബുക്ക് ചെയ്താൽ മതി. വലിയ ഹോട്ടലൊന്നും കയറേണ്ട ആവശ്യമൊന്നുമില്ല അവൾക്ക്. ഹരീഷിന് അല്ലെങ്കിലേ അവളെ ഇഷ്ടമൊന്നും അല്ലെന്നേ. പിന്നെ നാട്ടുകാരെ കാണിക്കാൻ ഒന്ന് പോയിട്ട് വരട്ടെ. എന്തേലും വില കുറഞ്ഞത് മതിട്ടാ. ഹരീഷിന് ഈ കാര്യം അറിയുമ്പോൾ അവന് ഒരുപാട് ദേഷ്യം വരും. മമ്മി പറഞ്ഞിട്ടാ നിങ്ങൾക്ക് ഹോട്ടലിൽ ഞാൻ ബുക്ക് ചെയ്തേ. ഇല്ലെങ്കിൽ ദീപാലിയുടെ ആദ്യ രാത്രി ഞാൻ ഏതെങ്കിലും കുടിലും നടത്തിയേനെ. ക്ഷമിക്കണം ഹരീഷ്, ദീപാലിയുടെ മുഖം അങ്ങനെ തന്നെയാ. ഇവിടുത്തെ അച്ഛന് മാത്രമാണ്. ബാക്കി ആർക്കും അവളെ ഫാമിലി മെമ്പർ ആക്കാൻ താല്പര്യമില്ല. നിങ്ങൾ മിണ്ടാതിരി. അച്ഛൻ ഉറങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ കേട്ട പണിയാവും. ഹരീഷേ, ഒരു ദിവസത്തെ കാര്യല്ലേ, അഡ്ജസ്റ്റ് ചെയ്യ. അപ്പോഴേക്കും മൂത്ത മകൻ സതീഷും ശില്പയും വരും. പിന്നെ ഇവിടെ എന്തായി നടക്കുന്നത്? സതീഷ് ചേട്ടാ, ഞാനും സൗരവും കൂടെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് റെഡി ആയിക്കോ. ഓ, ഹരീഷ്, ദീപാലി, നിങ്ങൾക്കും കൂടെ വരാമല്ലോ. ഇല്ല ചേട്ടാ, ഞങ്ങൾ വേറെ ഹോട്ടലിലേക്ക് പൊക്കോളാം. അത് നിങ്ങളുടെ ഹോട്ടലിന്റെ അടുത്ത് തന്നെയാണ്. ഞങ്ങൾ അങ്ങോട്ടേക്കാ പോകുന്നത്. എന്റെ കയ്യിൽ നല്ലൊരു വണ്ടിയുമില്ല. താങ്ക് യു ചേച്ചി. എന്റെ ആദ്യരാത്രി അടിപൊളിയായിരിക്കും. അത് കാരണം ചേച്ചിയായിരിക്കും. താങ്ക് യു സോ മച്ച്. കണ്ടില്ലേ നമ്മുടെ ശില്പ മോളെ കാണാൻ എന്ത് ഭംഗിയാണെന്ന്. ഹരീഷ് അവിടെന്ന് പോകും. അവന് ദേഷ്യം വന്നിരിക്കുകയായിരുന്നു. രാത്രിയാകുമ്പോ സതീഷും ഹരീഷും ഹോട്ടൽ പോകാൻ റെഡിയാവും. ശില്പയോട് എല്ലാരും സ്നേഹത്തോടെ പെരുമാറും. ദീപാലിനെ ആരും നോക്കില്ല. 4 പേരും കൂടെ ഒരുമിച്ചാണ് അവിടുന്ന് ഇറങ്ങിയത്. ഹോട്ടൽ എത്തിയപ്പോഴേക്കും ഹരീഷ് സതീഷിനോട് പറഞ്ഞു, ആ സതീഷ് ചേട്ടാ, നിങ്ങളും ഏടത്തെയും കൂടി ഹോട്ടലിലേക്ക് പൊക്കോളൂ. ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. ചേട്ടൻ രാവിലെ വിളിച്ചാൽ മതി. ഞാൻ വണ്ടി കൊണ്ടുവരാം. അതിനുശേഷം ഹോട്ടലിൽ നിന്ന് പോവാം. നമ്മുടെ ഹോട്ടൽ ഇതല്ലേ അപ്പോ? അയ്യോ അല്ല, ഈ വലിയ ഹോട്ടല് ഞങ്ങൾക്ക് വേണ്ടിയാണ് ബുക്ക് ചെയ്തേക്കുന്നത്. നിങ്ങൾക്കുള്ള ഹോട്ടല് ദോ അവിടെ കാണുന്ന കുഞ്ഞു ഹോട്ടൽ കണ്ടില്ലേ, ലൈറ്റ് പോലും ഇല്ല, പഴയത്. അത് നിനക്കുള്ള ഗിഫ്റ്റ്. നിന്റെ മുഖം എങ്ങനെയാണോ അതുപോലെ തന്നെ. ഇതാ കാറിന്റെ ചാവി. ശരി, ഞങ്ങൾ പോവാണ്. ഞാൻ രാവിലെ തന്നെ നിന്നെ വിളിക്കാം. ഇപ്പൊ പോട്ടെ. സതീഷും ശില്പയും അവരുടെ ഹോട്ടലിലേക്ക് പോകും. ഹരീഷിന്റെ മൂഡ് ഓഫ് ആയിരുന്നു. അവൻ കാറിൽ തന്നെ ഇരിക്കും, ഹോട്ടലിലോട്ട് പോകത്തില്ല. ദീപാലിയും കാറിലിരിക്കും. ഹരീഷ് അവളോട് സംസാരിക്കുന്നില്ലായിരുന്നു. അല്ല, എന്താ ഇത്? ഒരു വൈൻ ഷോപ്പ് കൂടെ കാണുന്നില്ലല്ലോ ഇവിടെ. എന്റെ ഈ ടെൻഷൻ മാറ്റാൻ ഇനി അതിനെക്കൊണ്ടേ സാധിക്കൂ. എപ്പോഴൊക്കെ 2 പാക്കറ്റ് കൊണ്ടുപോയോ അപ്പോഴൊക്കെ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും. നിന്റെ കൂടെ വന്നപ്പോൾ ഒന്നുമില്ല. നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങ്. ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വരാം. നീ ഇവിടുന്ന് പോ. പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാൻ മദ്യപിക്കാൻ വേണ്ടി പോവാണെന്ന്. ഈ രാത്രി മുഴുവൻ നിന്റെ കൂടെ ഇരിക്കാൻ എനിക്ക് പറ്റില്ല. കുറച്ച് മദ്യം കഴിച്ചാലേ എനിക്ക് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റൂ. കുറച്ച് സമയം കഴിഞ്ഞ് വരാം. ദീപാലിനെ സതീഷും ശില്പയും പോയ ഹോട്ടലിന്റെ മുമ്പിൽ നിർത്തിയിട്ട് ഹരീഷ് ഡ്രിങ്ക്സ് മേടിക്കാൻ പോകും. ദീപാലി ഹരീഷിനെയും കാത്ത് അവിടെ തന്നെ നിന്നു. അപ്പോഴേക്കും ആ ഹോട്ടലിലെ 2 ആൾക്കാര് സംസാരിക്കുന്നതായിട്ട് അവൾ കേൾക്കും. ദേ ഇങ്ങോട്ട് നോക്ക്. റൂം നമ്പർ 210 നിനക്ക് മനസ്സിലായോ? അയാളുടെ ഭാര്യ കാണാൻ വളരെ സുന്ദരിയാ. അവളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല മോഹം വരും.
അവള് ഫസ്റ്റ് ക്ലാസ്സാ മോനെ, മനസ്സിലായോ? അതെ, അവള് അത്രയ്ക്ക് വലിയ സുന്ദരിയാണ്. ശില്പ, പേര് പോലും എന്തു ഭംഗിയാ. ഭാര്യയും ഭർത്താവും ഒരുമിച്ചായിരിക്കുന്നെ. ഇന്ന് മൊത്തം ഫോട്ടോ എടുക്കാൻ നല്ല അവസരം കിട്ടിയിരിക്കുന്നെ. ഇന്ന് രാത്രി നമുക്ക് മൊത്തം പിക്ചറും എടുത്തേക്കാം. നീ ആ ജോലി ചെയ്യുന്ന ഉറപ്പല്ലേ? പിന്നല്ലാതെ, ഞാൻ ആ മുറിയിലേക്ക് തുണി വെക്കാൻ വേണ്ടി പോവാം. ആ ഗ്യാപ്പിൽ ക്യാമറ ഫിക്സ് ചെയ്യാം. എല്ലാം അതിൽ റെക്കോർഡായിക്കോളും. പിന്നെ നീയും ഞാനും അത് വിറ്റ് കാശാക്കാം മോനെ. അതിനുശേഷം നമുക്കും ആ രണ്ടാൾക്കാര് ആ ഹോട്ടലിലെ ജോലിക്കാരായിരുന്നു. ദീപാലി അവരുടെ സംസാരം കേട്ട് പേടിച്ചുപോയി. എന്നിട്ട് അവൾ ഹോട്ടലിന്റെ അകത്തേക്ക് കയറും. ദീപാലി വാഷ്റൂം എന്ന് പറഞ്ഞ് ഹോട്ടലിന്റെ അകത്ത് കയറും. എന്നിട്ട് അവരുടെ മുറി കണ്ടുപിടിക്കാൻ ഗാർഡിന്റെ സഹായം തേടും. ചേട്ടാ, ഞാൻ എന്റെ റൂം മറന്നുപോയി. ഞാൻ നടക്കാൻ പോയതായിരുന്നു. റൂം നമ്പർ 225 അതെവിടെയാ? മാഡം, നിങ്ങൾ ഇവിടെ നിന്ന് നേരെ പോയി ലാസ്റ്റ് കാണുന്ന റൈറ്റ് എടുത്താൽ അവിടെയായിരിക്കും മുറി. ഓ, താങ്ക് യു ചേട്ടാ. അപ്പോഴേക്കും ഹരീഷ് തിരിച്ചു വരും. ദീപാലിനെ തപ്പും. ദീപാലി സതീഷിന്റെ ശില്പയുടെ മുറിയിൽ നല്ല രീതിയിൽ കൊട്ടും. സതീഷ് ദേഷ്യത്തോടെ മുറിയുടെ വാതിൽ തുറക്കും. എന്നിട്ട് മുമ്പിൽ ദീപാലിനെ കാണുമ്പോൾ ഞെട്ടിപ്പോകും. നീ ഇവിടെ എന്ത് ചെയ്യാ? ഞങ്ങളുടെ ആദ്യരാത്രി നശിപ്പിക്കാൻ വന്നതാ? എന്ത് രീതിയിലാണ് വാതിൽ കൊട്ടിക്കൊണ്ടിരുന്നത്? നീ ഈ ബോർഡൊന്നും കാണുന്നില്ലേ, ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന്? നിനക്കറിയാമോ ഈ ഫസ്റ്റ് നൈറ്റ് എന്താണെന്ന്? ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ ശല്യപ്പെടുത്തുവാ നീ, അതും ആദ്യരാത്രിയിൽ. ശരിക്കും നീ എങ്ങനത്തെ സ്ത്രീയാണ്? ഞാനിപ്പോ തന്നെ ഹരീഷിനെ കോൾ ചെയ്യാൻ പോവാണ്. അതെ, നീ അകത്തെങ്ങോട്ടാ പോകുന്നത്? നിനക്ക് മാനേഴ്സ് ഒന്നും ഇല്ലേ? ഷേ, എന്തിനാ അകത്ത് പോകുന്നത്? അല്ലേ, ക്ലോക്ക് എന്തിനാ എടുത്തത്? അപ്പോഴേക്കും ഹരീഷും അവിടെ എത്തും. അവനും ദേഷ്യം വന്നിരിക്കുകയായിരുന്നു. അപ്പൊ ദീപാലി പറഞ്ഞു, എന്നോട് ക്ഷമിക്കണേ സതീഷേട്ടാ. ശില്പചേട്ടത്തി, എന്നോട് ക്ഷമിക്കണം. നോക്കൂ, ഈ ഭിത്തിയില്, ഈ ക്ലോക്കിൽ ശ്രദ്ധിച്ചു നോക്ക്, ഇതിലൊരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈ ക്യാമറയിൽ റെക്കോർഡാവുമായിരുന്നു. ഈ ഹോട്ടലിലെ 2 ജോലിക്കാരാണ് ഇത് ചെയ്തു വെച്ചത്. ക്യാമറ? ഓ നോ. എന്ത്? ഈ മുറിയിൽ ക്യാമറയോ? ഈ ഹോട്ടൽ മാനേജറിനെ ഇപ്പൊ തന്നെ വിളിക്കാം. ഈ ഹോട്ടലിനെ കുറിച്ച് ഉടനെ തന്നെ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാണ്. ഇത് നമ്മുടെ മാനത്തിന്റെ പ്രശ്നമാണ്. താങ്ക് യു ദീപാലി, നീ വലിയൊരു ആപത്താണ് ഒഴിവാക്കിയത്. ശില്പയ്ക്ക് നല്ല വിഷമമായി. ഒരു കാര്യമില്ലാതെ ദീപാലിനെ എന്തൊക്കെയോ പറഞ്ഞുവെന്ന്. ആ ഹോട്ടൽ റദ്ദാക്കുകയും ചെയ്യും, താക്കോലിട്ട് പൂട്ടുകയും ചെയ്യും. ആ 2 ജോലിക്കാർക്ക് ശിക്ഷയും കിട്ടും. എല്ലാവരും തിരിച്ച് രാത്രി തന്നെ വീട്ടിൽ വന്നപ്പോ എല്ലാരും ഞെട്ടിപ്പോയി. വീട്ടുകാർക്കെല്ലാം മനസ്സിലായപ്പോഴേക്കും അവരുടെ തെറ്റ് അവർക്ക് മനസ്സിലാകുകയും ചെയ്തു. ആരെയാണോ കുറ്റം പറഞ്ഞത് ആ ദീപാലി തന്നെ ആ കുടുംബത്തിന്റെ മാനം രക്ഷപ്പെടുത്തി. വരൂ കുഞ്ഞു മരുമോളെ, വരൂ. ഞങ്ങളുടെ ഈ പാവപ്പെട്ട കുടിലേക്ക് നിനക്ക് സ്വാഗതം. നീലൻ ചെറിയ മരുമകളെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തവളുടെ മുറിയിലേക്ക് ആക്കും. അകത്തേക്ക് വന്നു കഴിയുമ്പോൾ മരുമകൾ ബബിത 4 വശത്തും അങ്ങ് ചുറ്റിനും നോക്കും. ഇത് കണ്ട് അമ്മായിയമ്മ അവളോട് പറയും, എന്താ പറ്റിയത് മോളെ? എന്താ നോക്കുന്നേ? അമ്മ, ഈ മുറി വല്ലാതെ ചെറുതല്ലേ? എന്തേലും ആവട്ടെ, എന്റെ മുറി ഏതാണമ്മ? കല്യാണത്തിന്റെ ചടങ്ങൊക്കെ കഴിഞ്ഞപ്പോ ക്ഷീണമായി പോയി. എനിക്കൊന്ന് വിശ്രമിക്കണം. മോളെ, ഇത് തന്നെയാ നിന്റെയും ചേട്ടത്തിയുടെ മുറിയും. നിങ്ങൾ രണ്ടുപേരും ഇവിടെയാണ് നിൽക്കേണ്ടത്. എന്താണ് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ ഇപ്പൊ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെയാ ചേട്ടത്തിന്റെ കൂടെ ഞാൻ ഈ മുറിയിൽ താമസിക്കുന്നത്? മോളെ, നിനക്കറിയാലോ ഇവിടത്തെ അവസ്ഥയൊക്കെ. ശരിക്കും ഈ ഒരു വീട്ടിലാകെയുള്ള ഈ മുറിയാ. ഉള്ളത് വെച്ച് ജീവിക്കാൻ പഠിക്കണം മോളെ. ഞാനാണെങ്കിൽ അടുക്കളയിലാണ് പാവിരിച്ച് കിടക്കുന്നേ. അവൾക്ക് നല്ലോണം ദേഷ്യം വരും. വൈകുന്നേരം ആകുമ്പോ ചേട്ടത്തി വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് പറയും, ഇന്നാ ബബിത, നിനക്ക് വേണ്ടി വെള്ളം. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ പറയണം. അങ്ങനെ 2 ചേട്ടനിയന്മാരും സ്വന്തം ഭാര്യയും കൊണ്ട് ഒരേ മുറിയിലാണ് കിടന്നത്. ഒരു മൂലയ്ക്ക് മൂത്ത മകനും ഭാര്യയും കിടന്നു. അപ്പുറത്തെ മൂലയിൽ അനിയനും ഭാര്യയും കിടന്നു. പാതിരാത്രി ആവുമ്പോ ബബിതയ്ക്ക് വൃത്തികെട്ടൊരു മണം വന്ന് അവൾ കണ്ണു തുറക്കും. എവിടുന്നാണ് ഈ വൃത്തികെട്ട മണം വരുന്നേ? ഏതോ പൂച്ച വന്ന് ഇച്ചിച്ച് ഇട്ട പോലെ ഉണ്ടല്ലോ മുറിയിൽ. അവൾ അവിടെ ഇവിടെയൊക്കെ തെരഞ്ഞു നോക്കും, പക്ഷെ ഒന്നും കാണില്ല. കുറച്ചേരം കഴിയുമ്പോ ചേട്ടത്തി എണീറ്റ് ഗ്യാസ് വിടും നല്ലോണം. അയ്യയ്യോ, അപ്പൊ ഇവരാണിതെല്ലാം ഒപ്പിക്കുന്നത്. ഉരുളക്കിഴങ്ങ് തട്ടിയിട്ടുണ്ടാവും എന്തായാലും. ഇവരെ ഉരുളക്കിഴങ്ങ് കഴിച്ചാ എന്താ, എന്റെ ജീവിതം പോയില്ലേ? ഈ ചേട്ടത്തി ഐറ്റം ബോംബ് വിട്ടോണ്ടിരിക്കുക. അവർക്ക് ഇത്തിരി പോലും നാണമില്ല. ഞാൻ എന്തൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നത്? ആദ്യരാത്രി ഇങ്ങനെ ആയിപ്പോയല്ലോ. ആദ്യരാത്രി എന്ന് പറയുന്നതേ സംഭവം ഇല്ല ഇവിടെ. അതിന്റെ അപ്പുറം ഈ ഗ്യാസും സഹിക്കണല്ലോ ഇവരുടെ. അപ്പോഴേക്കും ചേട്ടത്തിയമ്മയുടെ കണ്ണു തുറന്ന് അവളോട് പറയും, എന്തുപറ്റി? നീ ഇതുവരെ ഉറങ്ങിയില്ലേ? നിങ്ങളിങ്ങനെ ഗ്യാസ് വിട്ടോണ്ടിരുന്നാ ശരിക്കും ഉറങ്ങുന്നത് എങ്ങനെയാ? കൂട്ടത്തിൽ കൊതുക് വന്ന് നല്ല പാട്ടും പാടിത്തരുന്നുണ്ട്. നിനക്കറിയാലോ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് മോളെ.
ഗ്യാസൊക്കെ ഇതിന്റെ കൂടെ പതിവാ. കിടന്നുറങ്ങിക്കോ, രാവിലെ എണീക്കണം. ബബിത തലയെഴുത്തെന്ന് പറഞ്ഞ അവിടെ അങ്ങ് കിടന്നുറങ്ങും. അടുത്ത ദിവസം മുഖം കാണുന്ന ചടങ്ങായിരുന്നു ബബിതയുടെ. അയൽവക്കത്തെ ആൾക്കാർ വരും. അല്ലയോ, മരുമകളെ കാണാൻ എന്തു ഭംഗിയാണ്. ഇളയ മരുമകളെ മൂത്ത മരുമകളെ പോലെ വിശേഷമൊക്കെ ആക്ക്, ഞങ്ങൾക്ക് സന്തോഷം വരട്ടേന്നേ. ആ, വിശേഷം വേണം അത്രേ. കല്യാണത്തിന്റെ ദിവസം തന്നെ ചേട്ടത്തിയുടെയും ചേട്ടന്റെ കൂടെയാണ് കിടന്നുറക്കം. പിന്നെ എങ്ങനെയാ? അതിന്റെ കൂട്ടത്തിൽ ഇവർക്ക് സന്തോഷ വാർത്ത കേൾക്കണം. പ്രൈവസി എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ ഇല്ല. അങ്ങനെ ഒരുപാട് ദിവസങ്ങളായി. അങ്ങനെ മൂത്ത മരുമകൾ സ്വന്തം അമ്മയോട് ഫോണിൽ സംസാരിക്കുന്നു. അപ്പുറത്ത് ബബിത സ്വന്തം ചേച്ചിയോട് സംസാരിക്കുകയായിരുന്നു. പക്ഷെ ഒരേ മുറിയിലിരുന്ന് രണ്ടുപേരും കൂടെ സംസാരിക്കുമ്പോൾ ശരിക്കും അങ്ങ് സംസാരിക്കാൻ പറ്റിയില്ല. അയ്യോ, ഇതെന്ത് കഷ്ടമാ. ഇനിയിപ്പോ ഫോണിൽ സംസാരിക്കാൻ പറ്റില്ല ഇവിടെ. അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ആ മുറ്റത്ത് പോയിട്ട് ഫോൺ വിളിച്ചാ പോരെ നിനക്ക്? ഞാൻ എന്തിനാ പോകുന്നത്? നിങ്ങള് വെയിലത്ത് പോയിട്ടിരുന്ന് സംസാരിച്ചോ എന്തായാലും. അയ്യോ, നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് പറഞ്ഞ് ചേട്ടത്തി അമ്മ അടുക്കളയിലോട്ട് ആഹാരം ഉണ്ടാക്കാൻ പോകും. കുറച്ചേരം കഴിഞ്ഞ് വൈകുന്നേരം വരുമ്പോ മുറിയില് സാധനങ്ങൾ മുഴുവൻ അവിടെ ഇവിടെ എല്ലാം കുളമായിട്ട് കിടക്കുന്നു. എന്താ ബബിത ഇത് കാണുന്നേ? മുറി മുഴുവനും കോലം കെട്ടു. ഈ നനഞ്ഞ തുണി എന്തിനാ എന്റെ ബെഡിലിട്ടത്? പിന്നെ ഈ തുണി എന്തിനാ ഇങ്ങനെ വെച്ചേക്കുന്നത്? ചേട്ടത്തി മറക്കണ്ട, ഇത് നിങ്ങളുടെ മാത്രമല്ല എന്റെ മുറിയും കൂടിയാണ് കേട്ടോ. പിന്നെ എന്റെ മുറിയിൽ എങ്ങനെ താമസിക്കണം എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട. ഗർഭവതിയായ മൂത്ത മരുമകൾ എന്നിട്ടും ആ മുറി മുഴുവനും ചൂല് വെച്ച് വൃത്തിയാക്കും. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞ് മൂത്ത മരുമകളുടെ ഡെലിവറി സമയം അടുത്തു വന്നപ്പോഴേക്കും അമ്മായിയമ്മ 7-ാം മാസത്തെ ചടങ്ങ് തുടങ്ങും. അതിനുവേണ്ടി അനിത കണ്ണാടിയുടെ മുമ്പിലിരുന്ന് ഒരുങ്ങുകയായിരുന്നു. അത് കണ്ട് ബബിത അവളോട് പറയും, ചേട്ടത്തിയുടെ ഒരുക്കം കഴിഞ്ഞെങ്കിൽ ഒന്ന് കണ്ണാടിന് മുമ്പിൽ നിന്ന് മാറുമോ? എനിക്ക് ഒരുങ്ങണം. അതെ, ഇന്ന് ചടങ്ങ് നിന്റേതല്ല, എന്റേതാണ് ശരിക്കും. നീ പിന്നീട് ഒരുങ്ങ്. അയ്യോ, എന്ത് കഷ്ടമായി. ഈ വീട്ടിലേക്ക് വന്നപ്പോഴേക്ക് ഒരു മുറി, ഒരു കണ്ണാടി, ഒരു ബാത്റൂം എല്ലാം ഉപയോഗിക്കണം. എല്ലാത്തിനും ഒരെണ്ണേ ഉള്ളൂ. ഇനി എത്ര നാളും ഞാൻ ഇതുപോലെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമോ എന്തോ. അതെ, ഞാൻ എന്താ സുഖിച്ചാണോ ഇവിടെ ജീവിക്കുന്നേ? ആദ്യമൊക്കെ ഞാൻ എന്ത് സുഖമായിട്ട് ഈ മുറിയിൽ ജീവിച്ചേ. നീ വന്നതിനു ശേഷം ഈ മുറിയുടെ കോലമേ കെട്ടു. ദിവസം മുഴുവനും ചീത്തയാക്കി വെക്കും. നീ താമസിക്കുന്നുണ്ട് ഈ മുറിയിൽ, പക്ഷെ വൃത്തിയാക്കുന്നത് ഞാനാ. അങ്ങനെയാണോ? അപ്പൊ ഇത് നിങ്ങളുടെ മുറി മാത്ര? നിങ്ങൾക്ക് എത്ര അവകാശമുണ്ടോ അത്രയും എനിക്കുമുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാതെ സംസാരിച്ച് അങ്ങേറ്റം വഴക്കാകും. വഴക്കിന്റെ ഇടയ്ക്ക് ബബിത വന്നിട്ട് അനിതേനെ അങ്ങ് ഉന്തും. ആ കിട്ടിയ ഉന്തിൽ ശരിക്കും അനിത കമന്നു വീഴാൻ പോയപ്പോൾ ഭർത്താവ് നരേഷ് വന്ന് അവളെ താങ്ങിപ്പിടിക്കും. ദൈവത്തിന് ഒരുപാട് നന്ദി. നീ വീണില്ലല്ലോ. വീണാൽ അനർത്ഥങ്ങൾ ഉണ്ടായനെ. എന്റെ മകൻ വന്ന് അനിതനെ താങ്ങി പിടിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞു ഭാവയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചേനല്ലോ. രണ്ടുപേരും സ്വന്തം കാര്യം ആലോചിച്ചില്ലെങ്കിലും ഈ വരാൻ പോണ കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കണ്ടേ? എനിക്കറിയാം ഒരു മുറിയേ ഉള്ളൂ, അതുകൊണ്ടാ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നത് എന്ന്. അതുകൊണ്ട് അതിന്റെ അർത്ഥം വഴക്കിടാൻ എന്നൊന്നും അല്ലാട്ടോ. കുറച്ചൊക്കെ നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കേണ്ടതാണ്. നമ്മളിപ്പോ പാവപ്പെട്ടവരാ, ഒരു മുറിയും കൂടെ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ എന്റെ 2 പിള്ളേരും നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ടേ ഈ വീട് മുമ്പോട്ട് കൊണ്ടുപോകാൻ. പതുക്കെ മുറിയൊക്കെ നമുക്ക് പണിയാം. ഞങ്ങളോട് ക്ഷമിക്കണേ അമ്മ, ഞങ്ങൾക്ക് തെറ്റ് പറ്റിയതാ. ഇനി ചെയ്യില്ല അമ്മ ഇങ്ങനെ. അതെ അമ്മ, മകൻ നരേഷ് അവരോട് പറയും. നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കേണ്ട. താമസിയാതെ തന്നെ 3 മുറികൾ നിർമ്മിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കാം. നമ്മൾ വീട് വാങ്ങുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്കൊരു സർപ്രൈസ് തരാനുണ്ട്. നിങ്ങൾ വിഷമിക്കണ്ട, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഉടൻ തീരും. ഇത് കേട്ട് 3 പേർക്ക് ഒരുപാട് സന്തോഷമാകും. ഇപ്പൊ 2 മരുമക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സംസാരിച്ച് ജീവിക്കുന്നു. ഒരു മുറിയേ ഉള്ളൂ എന്ന് പറയുന്ന വഴക്കോ അവർ തമ്മിലില്ല. ഇപ്പം കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അവരുടെ വീട് ശരിയായി. അങ്ങനെ 2 പേരും സുഖമായിട്ട് അവരവരുടെ മുറിയിൽ ജീവിക്കാനും തുടങ്ങി. Thanks for watching.